Hi everyone, good morning. തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസിൽ രണ്ട് മേജർ ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഒന്ന് തിയറി ഓഫ് റെലവൻസ്, പിന്നൊന്ന് തിയറി ഓഫ് ഇർറെലവൻസ്. തിയറി ഓഫ് റെലവൻസ് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസിഷൻസ് ആണ് ഡിവിഡൻഡ് ഡിസിഷൻസ് എന്നാണ് തിയറി ഓഫ് റെലവൻസ് പറയുന്നത്. തിയറി ഓഫ് റെലവൻസ് പ്രീച്ച് ചെയ്യുന്ന രണ്ട് മോഡൽസ് ആണുള്ളത്. ഒന്ന് വോൾട്ടേഴ്സ് മോഡൽ, പിന്നൊന്ന് ഗോർഡൻസ് മോഡൽ. തിയറി ഓഫ് ഇറെലവൻസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് ഡിവിഡൻഡ് ഡിസിഷൻസ് വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് ഡിവിഡൻഡ് ഡിസിഷൻസ് ഇറെലവൻ്റ് ആണ് എന്നാണ് തിയറി ഓഫ് ഇറെലവൻസ് എന്ന് പറയുന്ന തിയറി പ്രീച്ച് ചെയ്യുന്നത്. തിയറി ഓഫ് ഇറെലവൻസ് പ്രീച്ച് ചെയ്യുന്ന ഒരു മോഡലാണ് അപ്രോച്ച് അല്ലെങ്കിൽ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് എന്നുള്ള മോഡൽ. അപ്രോച്ചിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്രോച്ച് അല്ലെങ്കിൽ ഇറെലവൻസി തിയറി. ഇപ്പോൾ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ എന്ന് പറയുന്ന രണ്ട് മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് ആണ് ഈ ഒരു തിയറി കൊണ്ടുവന്നത്. അവർ പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻസ് വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ബ്രീഫായിട്ട് ഈ ഒരു തിയറി നമ്മൾ പറയുകയാണെങ്കിൽ അവരതിന് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഫേമിനകത്ത് നിന്ന് നമ്മൾ ഒരുപാട് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ടോട്ടൽ ഏർണിങ്സിൽ നിന്ന് നമ്മൾ ഡിവിഡൻറ്റിന് ഒരു പോർഷൻ വയ്ക്കും, പിന്നെ അത് റിട്ടേൺഡ് ഏർണിങ്സിന് ഒരു പോർഷൻ വയ്ക്കും. അപ്പോൾ ഡിവിഡൻറ്റ് പോർഷൻ നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ വാല്യൂ ഓഫ് ദ ഷെയർസ് ഇൻക്രീസ് ചെയ്യും, ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. നോർമലി മാർക്കറ്റിൽ അതിനുള്ള ഡിമാൻഡ് കൂടും, അപ്പോൾ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അത് നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേം മാക്സിമൈസ് ചെയ്യുന്നതിലേക്ക് നയിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഫേമിനകത്തുള്ള റിട്ടേൺഡ് ഏർണിങ്സിൻ്റെ പ്രൊപ്പോർഷൻ അവിടെ കുറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഫേമിനകത്ത് എന്തെങ്കിലും ക്യാഷ് റിക്വയർമെൻറ്റ്സ് വരികയാണെങ്കിൽ അവർക്കത് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് അവരുടെ കയ്യിലില്ലാത്തൊരു സിറ്റുവേഷൻ വരും. ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്യും? പുറത്ത് നിന്ന് ഡെപ്റ്റ്സ് റേസ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും ഷെയർസ് ഇഷ്യൂ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് അതിനൊരു അഡീഷണൽ കോസ്റ്റ് വേറെ ഇൻകർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേമിൻ്റെ ഒരുപാട് ഷെയർസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നോർമലി നമ്മുടെ ഷെയർസിൻ്റെ പ്രൈസ് ഫോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് നയിക്കും. ഈ ഷെയർ പ്രൈസ് ഫോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേമിനെയും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ട് കോൺട്രഡിക്റ്റിംഗ് എഫക്റ്റ് ഒരേ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇതൊരു നിൽ എഫക്റ്റിന് സമമാണ് എന്നാണ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ പ്രീച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് ഡിസിഷൻസ് വാല്യൂ ഓഫ് ദ ഫേമിനെ ഒരു എഫക്റ്റും അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റും ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് ആണോ വേണ്ടത്, റീറ്റെയിൻഡ് ഏർണിങ്സ് ആണോ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൺസേൺഡ് ആയിരിക്കില്ല എന്നും ഈ ഒരു തിയറിയിൽ പറയുന്നുണ്ട്. അതായത് ദേ റിമെയിൻ ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ഡിവിഡൻഡ് ആൻഡ് റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു തിയറി പ്രീച്ച് ചെയ്യുന്ന സമയത്ത് സെർട്ടൻ അസംഷൻസ് ഉണ്ട്. അതായത് ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻസ് എങ്കിൽ ഈ ഒരു തിയറി വാലിഡ് ആണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അസംഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കണം. പിന്നൊന്ന്, ഇൻവെസ്റ്റേഴ്സ് റാഷണലി ബിഹേവ് ചെയ്യുന്ന ആളുകളായിരിക്കും. പിന്നെ ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ്സ് ഒന്നും ഇൻകർ ചെയ്യുന്നില്ല, അഡീഷണൽ കോസ്റ്റ് ഒന്നും ഇൻകർ ചെയ്യുന്നില്ല എന്നുള്ളതൊരു അസംഷനാണ്. പിന്നെ ടാക്സ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് അസംഷൻസ്. പിന്നെ ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ഈ തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവിഡൻഡ് ഡിസിഷൻസ് ഒന്നും തന്നെ വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് ഡിവിഡൻഡ് കൊടുത്താലും ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിലും വാല്യൂ ഓഫ് ദ ഫേമിൽ ഒരേ എഫക്റ്റ് തന്നെയാണ് ഉള്ളത്, ചേഞ്ച് ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ദ ഫേമാണ് നമ്മളുടെ ബേസിക്കായിട്ട് നമ്മൾ കണ്ടെത്തേണ്ട കാര്യം. അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ഓർ സിംപ്ലി വാല്യൂ ഓഫ് ദ ഫേം ക്യാൻ ബി അസർട്ടൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഫോർമുല. V is equal to n plus m into P1 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ഒരു ടേംസ് നമുക്ക് നോക്കുകയാണെങ്കിൽ n plus m എന്നുള്ളതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർസ് ആണ് n. m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ആണ്, അഡീഷണൽ ഷെയർസ് ടു ബി ഇഷ്യൂഡ് എത്രയാണ് എന്നുള്ളതിൻ്റെ നമ്പറാണ് m ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. P1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് ആണ്.
ഓക്കെ, വി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തരാറുള്ള ഒരു ടേമാണ്. നമുക്ക് കാണേണ്ടത് P1 ഉം M ഉം ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി കേസസിൽ. ഇപ്പോൾ P1 കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഇക്വേഷൻ ഉപയോഗിക്കാം? മാർക്കറ്റ് വാല്യൂ ഓഫ് ദ എൻഡ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ പീരിയഡിൻ്റെ എൻഡിലുള്ള മാർക്കറ്റ് പ്രൈസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ P1 P0 തന്നിട്ടുണ്ടെങ്കിലുള്ള സിറ്റുവേഷൻ എന്താണ്? P0 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ബിഗിനിങ് ആണ്. P0 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് P1 കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1 എന്നുള്ളതാണ്. ഇതിനകത്ത് KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്, നമുക്കറിയാം. P0 നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ബിഗിനിങ് അല്ലെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് P0 മൈനസ് D1 ഡിവിഡൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ്. നമുക്ക് P0 കാണേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അഥവാ P1 തന്നിട്ട് P0 കാണേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ കാണേണ്ട ഇക്വേഷനാണ് P0 ഈസ് ഈക്വൽ ടു D1 പ്ലസ് P1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് KE എന്നുള്ളത്. നമുക്ക് ഓരോ ടേംസും അറിയാം. ഇനി M നമുക്ക് കാണണം. M കാണേണ്ട ഇക്വേഷൻ M ഈസ് ഈക്വൽ ടു I മൈനസ് E മൈനസ് N ഇൻറ്റു D1 ഹോൾ ഡിവൈഡഡ് ബൈ P1 എന്നുള്ളതാണ്. M നമുക്കറിയാം നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്നുള്ളതാണ്. ഈ ഏർണിങ്സ് ആണ്. I ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. N എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ നമ്പർ. P1 നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദി പീരിയഡ് ആണ്. D1 ഡിവിഡൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി പീരിയഡ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്: കൈരളി ഫിനാൻസ് ലിമിറ്റഡ് ഹാസ് 15,000 equity shares outstanding as on date. Currently, the share of the company is being traded at a price of rupees 125 per share. It is expected that the firm would pay a dividend of rupees 5 per share in the next year. അതായത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. 125 എന്ന് പറയുന്നത് എന്താണ്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. ദാറ്റ് ഇസ് P0 ആണ്. 15,000 എന്ന് പറയുന്നത് N ആണ്. എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ D1 ആണ്. ഇനി ദ ഫേം ഹാസ് പ്രൊജക്റ്റ് ഇൻ ഹാൻഡ് റിക്വയറിംഗ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് rupees 5 lakh. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് 5 lakh ആണ്. ദ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് 12%. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഏതാണ്? KE 12% ആണ്. ആൻഡ് ദ ഫേം എക്സ്പെക്റ്റഡ് ടു ഹാവ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് 2,50,000. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് 2,50,000. ഇല്ലസ്ട്രേറ്റ് അപ്രോച്ച് ദാറ്റ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഹാസ് നോ ഇമ്പാക്റ്റ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഫേം. അപ്രോച്ച് പ്രകാരം നമ്മളിത് പ്രൂവ് ചെയ്യണം. ഡിവിഡൻഡ് ഡിസിഷൻസ് ഒന്നും വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്ന സിറ്റുവേഷനിലും ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുമ്പോഴും എന്താണ് വാല്യൂ ഓഫ് ദ ഫേമിൽ ചേഞ്ച് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ ഒരു എഫക്റ്റും ഇല്ല എന്നുള്ളതാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിലൂടെ നമുക്ക് അപ്രോച്ച് പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ദ ഫേമാണ് കാണേണ്ടത്. അതിലേക്ക് നമുക്കറിയാം P1 ഉം M ഉം ഒക്കെ ആദ്യം തന്നെ കണ്ടെത്തേണ്ടതായിരിക്കും. വാല്യൂ ഓഫ് ദ ഫേം വെൻ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് എന്നുള്ള സിറ്റുവേഷനിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ P1 ആദ്യം നമുക്ക് കണ്ടെത്തണം. P1 കാണാനുള്ള ഇക്വേഷൻ P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1 എന്നുള്ളതാണ്. ഇതിൽ P0 125 നമുക്ക് തന്നിട്ടുണ്ട്. 1 പ്ലസ് KE എന്ന് പറയുന്നത് 12% ആണ്. 0.12 മൈനസ് 5 ആണ് D1. അപ്പോൾ ചെയ്തു വരുമ്പോൾ നമുക്ക് rupees 135 ആണ് P1 കിട്ടുക. ദറ്റ് ഈസ് മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് 135. ഇനി M കാണണം. M കാണുന്ന സമയത്ത് നമ്മളുടെ ഇക്വേഷൻ വരുന്നത് I മൈനസ് E മൈനസ് N ഇൻറ്റു D1 ഹോൾ ഡിവൈഡ് ബൈ P1 എന്നുള്ളതാണ്. I 5 lakh ആണ്. ഏർണിങ്സ് 2,50,000 ആണ്. മൈനസ് N എന്ന് പറയുന്നത് 15,000 ആണ്. ഇൻറ്റു 5 ഹോൾ ഡിവൈഡഡ് ബൈ P1 നമുക്ക് നേരത്തെ കിട്ടി 135. ചെയ്തു വരുമ്പോൾ നമുക്ക് 2,407.4 കിട്ടും. അതാണ് M ഷെയർസ് ടു ബി ഇഷ്യൂഡ്. ഇനി V എന്ന ഇക്വേഷനിലേക്ക്, അതായത് വാല്യൂ ഓഫ് ദ ഫേം കാണാനുള്ള ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ N പ്ലസ് M ഇൻറ്റു P1 എന്നുള്ളതല്ലേ ഇക്വേഷൻ. അപ്പോൾ N എന്ന് പറയുന്നത് 15,000, M എന്ന് പറയുന്നത്
2407.4 ഇൻറ്റു 135 ചെയ്തു വരുമ്പോൾ 2,35,000 ആണ് ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, അതാണ് വാല്യൂ ഓഫ് ദ ഫേം. ഇനി വാല്യൂ ഓഫ് ദ ഫേം വെൻ ഡിവിഡൻഡ് ഈസ് നോട്ട് പെയ്ഡ് എന്നുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഡിവിഡൻഡ് നോട്ട് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ D1 0 ആണ്. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. D1 0 ആയി മാറും. അപ്പോൾ D1 0 ആയി കഴിഞ്ഞാൽ പ്രൈസിലും ചേഞ്ച് വരും, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന എണ്ണത്തിലും ചേഞ്ച് വരും. അത് നമുക്ക് ഒന്നും കൂടി കാണേണ്ടതുണ്ട്. P1 ഒന്നും കൂടി കാണുകയാണെങ്കിൽ P1 എന്ന് പറയുന്നത് P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1, ദറ്റ് ഈസ് 125 ഇൻറ്റു 1 പ്ലസ് 1 പ്ലസ് 0.12 മൈനസ് 0 എന്നുള്ളതാണ്. ചെയ്തു വരുമ്പോൾ ₹140 ആണ് P1 കിട്ടുക. ഇനി നമുക്ക് M ആണ് കാണേണ്ടത്. M കാണുന്ന സമയത്ത് I മൈനസ് E മൈനസ് N ഇൻറ്റു D1 ഹോൾ ഡിവൈഡഡ് ബൈ P1. അതിനകത്ത് I 5 lakh ആണ്, E 2,50,000 ആണ്, N 15,000 ആണ്. ഒൺലി ചേഞ്ച് എന്താണ്? D1 0 ആണ്. ന്യൂമറേറ്ററിൽ ഇതൊരു ചേഞ്ചാണുള്ളത്. ഇനി ഡിനോമിനേറ്ററിൽ P1 എന്നുള്ളത് 140 ആണ്. നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ കണ്ടു, 140 ആണ്. അപ്പോൾ ചെയ്തു വരുമ്പോൾ നമുക്ക് 1785.71 എന്നുള്ളതാണ് ഫിഗർ കിട്ടുക എമ്മിൻ്റെ. ഇനി വാല്യൂ ഓഫ് ദ ഫേം എന്നുള്ള ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N പ്ലസ് M ഇൻറ്റു P1 എന്നുള്ളത് 15,000 പ്ലസ് 1785.71 ഇൻറ്റു 140 എന്നുള്ളത് ചെയ്യുമ്പോഴും നമുക്ക് 2,35,000 ആണ് അപ്രോക്സിമേറ്റ് ഫിഗർ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇവിടെ വാല്യൂ ഓഫ് ദ ഫേം രണ്ട് സിറ്റുവേഷനിലും ചേഞ്ച് ചെയ്തിട്ടില്ല, അതായത് ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ MM അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ളത്. ഡിവിഡൻഡ് ഡിസിഷൻസ് നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു എല്ലാവർക്കും. താങ്ക് യു എവ്രിവൺ.